അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആൾ ആർ ഡൂയിങ് ഗുഡ്. ഇന്ന് ഞാൻ അങ്ങനെ വീണ്ടും അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രം മീഷോ. സോ ഇന്നത്തെ പ്രൊഡക്ട്സ് കുറച്ചും കൂടി സ്പെഷ്യൽ ഐറ്റമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ് എൻ്റെ കയ്യിൽ ഇന്നിപ്പോൾ ഉള്ളത്. സോ ഫുള്ളായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് നമ്മൾ സസ്പെൻസ് ആക്കി വെച്ച ഫസ്റ്റ് ഇതാ പ്രൊഡക്റ്റ് തന്നെ ആയിക്കോട്ടെ അല്ലേ. സോ ഇതാണ് പ്രൊഡക്റ്റ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ് മച്ച്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ലെങ്ത് ആയിക്കോട്ടെ, ക്ലോത്ത് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു ഫാബ്രിക് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പ്യുവർ കോട്ടൺ ആണ്. കോട്ടൺ ഒരു ക്രിങ്കിൾ ടൈപ്പ് ഓഫ് കോട്ടൺ ആണ്, തിക്ക് കോട്ടൺ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇതേപോലത്തെ ഹാഫ് സ്ലീവാണ്. നമുക്ക് ഇന്നേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇത് പെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ആൻഡ് അനദർ പാർട്ട് ഈസ് ഇത് ഫുള്ളി ഓപ്പൺഡ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ജാക്കറ്റ് ആക്കിയിട്ട് അങ്ങനെയും യൂസ് ആക്കാം കേട്ടോ. അടിപൊളിയാണ് ഗൈസ്, പറഞ്ഞാൽ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രൈസിന് എന്തുകൊണ്ടും വേർത്ത് എന്ന് ഞാൻ പറയുള്ളൂ. അത്രയും അഫോർഡബിൾ ആയിട്ടാണ് നമുക്ക് ഈ ഒരു ടൈപ്പിൽ ഈ ഒരു ഐറ്റം കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇതിൽ പിക്ചറിലായാലും അതേപോലെ തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ളത്, അടിഭാഗത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് എബോവ് നീന്നാണ്. നീനേക്കാളും കുറച്ച് മുകളിലേക്ക് കയറി നിൽക്കുന്നതാണ്. പക്ഷെ ഇതെനിക്ക് കാഫ് ലെങ്ത് ഉണ്ട്. കാഫ് ലെങ്ത് എന്ന് പറയാൻ വയ്യ, ഫുൾ ലെങ്ത് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ലെങ്ത് എനിക്ക് ഇതിനുണ്ട് കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ടുള്ള സൈസ് XL ആണ്. ഇതാണ് ഇതിൻ്റെ ബ്രാൻഡ്. സോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സൈസ് XL ആണ്. നല്ല സൂപ്പർ കംഫർട്ടബിൾ ആണ്. നെക്കൊക്കെ വന്നിട്ട് കോളർ ടൈപ്പ് നെക്കാണ്. നിങ്ങൾ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ഭംഗിയുണ്ടെന്ന്. എ ലൈൻ എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് അടിഭാഗത്ത് കുറച്ച് ഫ്ലെയർഡ് ആയിട്ട് നല്ല ലൂസ് ഫിറ്റിൽ വരുന്ന ടോപ്പ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അറ്റാച്ച് ചെയ്യുക ഇട്ടിട്ടുള്ള ഒരു ക്ലിപ്പ് കേട്ടോ. സോ നിങ്ങൾ മനസ്സിലാവും എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ബീച്ച് കളറാണ്. ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തത് ബ്ലാക്ക് കളർ ഇന്നറും അതേപോലെ തന്നെ ബ്ലാക്ക് കളർ ഹിജാബും ആണ് കേട്ടോ. സോ ഇതാണ് ഐറ്റം. ഇതിൻ്റെ ബാക്ക് പോർഷനാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ 2 സൈഡിലായിട്ട് പോക്കറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് വേറെ വർക്ക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ബട്ടൺസ് ആയിക്കോട്ടെ എല്ലാം വുഡൻ ടൈപ്സ് ഓഫ് ബട്ടൺ ആയിട്ടാണ് കൊടുത്തത്. ഈ ഫാബ്രിക്കിന് എന്തുകൊണ്ടും ചേരുന്ന ടൈപ്പ് ഓഫ് ബട്ടനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 651 റുപ്പീസാണ്. 651 രൂപയാണ്. കമ്പാരിറ്റീവ്ലി, അതായത് നമ്മൾ സെറ്റൊക്കെ വെച്ച് നോക്കുമ്പം ഇത് ഒരൊറ്റ സിംഗിൾ പ്രൊഡക്റ്റിന് ഇത്രയും റേറ്റ് എന്ന് പറയാനും പറ്റും. പക്ഷെ ഇത്രയും ക്വാളിറ്റിയിലും അതേപോലെ തന്നെ ഇത്രയും നല്ല എന്താ പറയുക, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ട് നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഫുള്ളി ബട്ടൺഡ് ആയിട്ടുള്ള ഒരു ടോപ്സാണ്. അതായത് ഷർട്ട് കം ഒരു കുർത്ത എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളിയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കാണ്ട് ലിങ്ക് പോയിട്ട് ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. സോ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കുർത്തയാണ്. കുർത്ത എന്ന് പറയുമ്പം നമ്മളൊരു ലോങ് ടോപ്പാണ്. ലെങ്ത്ത് വന്നിട്ട് നീനേക്കാളും കുറച്ചൊന്ന് ഇറങ്ങിയിട്ട് നിൽക്കുന്ന ലെങ്ത്താണ് കേട്ടോ. ഇതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഇപ്പം ഞാൻ പെയർ ചെയ്തിട്ടുള്ളത്. ഒരു പിങ്ക് കളറാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇതൊരു ഡാർക്ക് ഒരു റോയൽ ഗ്രീൻ കളറാണ്. അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പ്ലെയിൻ കളറാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ടും പെർഫെക്റ്റ് ഓപ്ഷനാണ്. നമുക്ക് എന്തെങ്കിലും എംബ്രോയ്ഡറി വർക്ക്സോ അല്ലെങ്കിൽ സ്മോൾ എന്താ ചെറിയ എംബ്രോയ്ഡറി വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ് ക്ലോത്താണ്. നല്ല ഭംഗി ഉണ്ടാവും ചെയ്താൽ കേട്ടോ. സോ ദിസ് ഈസ് ദ പ്രോഡക്റ്റ്. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇത്ര ഉണ്ട് കേട്ടോ. നമ്മളെ നീനേക്കാളും കുറച്ച് ഇറങ്ങിയിട്ടുള്ള സ്ലീവാണ്. ആൻഡ് അറ്റ് ദ എൻഡ് ഇതേപോലെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. നല്ല ഡാർക്ക് ഗ്രീൻ ആണ്. നെക്ക് വന്നിട്ട് വി നെക്കാണ് കേട്ടോ. ആൻഡ് XL ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സൈസ്. ആൻഡ് ഇത് ഓൾസോ ദിസ് എ ലൈൻ ഒന്നല്ല, നല്ല അത്യാവശ്യം നല്ല ഫ്ലെയേർഡ് ആയിട്ട് നിൽക്കുന്ന ലെയർ ബൈ ലെയർ ആയിട്ട് വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് പെയർ ചെയ്തത് ഒരു ഡെനിം പാൻറ്റിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ ഇത് പെയർ ചെയ്തിട്ടുള്ളത്. സോ ഇഫ് യു ഹാവ് ഗ്രീൻ കളർ പാൻറ്റ് ആൻഡ് സംതിങ് ഡിഫറെൻറ്റ്
കളറിലുള്ള ഹിജാബും ഇട്ടാലും നല്ല ഭംഗിയുണ്ടാവും. ബീച്ച് കളർ ഹിജാബോ അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ വരുന്ന പ്രിൻറ്റഡ് ടൈപ്പ് ഓഫ് വരികയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബീച്ച് കളർ പാൻറ്റിൻ്റെ കൂടെയും ഉണ്ടോ ഇതിൻ്റെ കൂടെയും എന്താ പറയുക മാച്ച് ആവുന്നുണ്ട് കേട്ടോ. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 340 റുപ്പീസാണ്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ കൊടുക്കുക പ്രൈസിന് കേട്ടോ. സോ ഇതിനും സെയിം പ്രൈസ് തന്നെയാണ്. ഇതിൻ്റെ ബാക്ക് പോർഷൻ എന്ന് വെച്ചാൽ അത്യാവശ്യം മുകളിലേക്ക് കയറി നിൽക്കുന്ന ബാക്ക് പോർഷനാണ്. ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല, പക്ഷെ വലിയ സീത്രോ ഒന്നുമല്ല. ഞാനിപ്പം എന്താ പറയുക ഇട്ട് നോക്കിയിട്ടും എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. സോ ദിസ് ഈസ് ദ പ്രൊഡക്റ്റ്. സോ കണ്ടല്ലോ, ഇതിട്ടിട്ടുള്ള ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും മറക്കാണ്ട് പോയിട്ട് ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ടോപ്പാണ്. അതായത് ടോപ്പ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ലൈക്ക് ഗൗണ് പോലെ തന്നെയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് സ്ലിറ്റ് തുടങ്ങുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ഓപ്പൺഡ്. ഇത്രയും ഓപ്പൺഡ് ആയിട്ടാണ് ഐറ്റം ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് അടിച്ചിട്ട് എന്ത് ചെയ്യാം, യൂസ് ആക്കാം. ഗൗണാക്കിയിട്ട് അങ്ങനെയും യൂസ് ആക്കാം കേട്ടോ. സ്റ്റിച്ച് ആക്കാൻ പറ്റിയ ഓപ്ഷൻ നമുക്കിത് ഇതേപോലെ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ഉള്ളിലേക്ക് യോജിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നമുക്കൊരു കുർത്ത പോലെ യൂസ് ആക്കാനാണ് ഇതിൻ്റെ ഒരു ഏകദേശം മോഡല്. പക്ഷേ എനിവേ പാൻറ് ഇട്ടാലും അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല. ആയിട്ടുള്ള പലാസോ പാൻസൊക്കെ യൂസ് ആക്കിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. സോ ഇതാണ് ഐറ്റം. ഒരു ഡാർക്ക് റെഡ് കളറിൽ ബ്ലൂ ആൻഡ് ലൈറ്റ് ബ്ലൂ ആൻഡ് യെല്ലോ, ഓറഞ്ച് അങ്ങനത്തെ പല കളർ കോമ്പിനേഷൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ്. ഫുൾ സ്ലീവ് ബ്രിസ്റ്റിൻ്റെ അത്രയും സ്ലീവ് ലെങ്ത് ഉണ്ട്. ആൻഡ് നെക്ക് ഇതേപോലെ ഒരു ചെറിയൊരു റൗണ്ട് നെക്കായിട്ട് ജസ്റ്റ് കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനിലും ഫ്രണ്ട് പോർഷനിലും സെയിം പോലെ തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇവിടുത്തെ ഈ ഒരു കട്ടിങ് വേണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഓവറോൾ വെച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 336 റുപ്പീസാണ്. 336 രൂപയാണ്. സ്മോൾ തൊട്ട് XXL വരെ സൈസ് അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ള സൈസ് XL ആണ് കേട്ടോ. ആൻഡ് വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതും XXL വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ. സൈസ് എത്ര ഉള്ളതെന്ന് ഞാൻ പറയാൻ വിട്ടു. അപ്പം കുറച്ചുകൂടി എന്താ സൈഡ് ഓപ്പണോ കാര്യങ്ങളോ ഒന്നല്ല, ഫ്രണ്ട് മാത്രം അതിൻ്റെ ഓപ്പണ്, സൈഡ് എവിടെ ഓപ്പണോ എന്നല്ല കേട്ടോ. ഇതിൻ്റെ ഒരു എൻഡ് ഭാഗത്ത് അടിഭാഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് കേർവ്ഡ് ആയിട്ട് ഇത്ര മാത്രം ഓപ്പണേ ഉള്ളൂ. ബാക്കി ഫുൾ ക്ലോസ്ഡ് ആണ് ആ ഒരു ടോപ്പ് ഉള്ളത് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു ടോപ്പിനെ കുറിച്ച് ഇത്രേ ഉള്ളൂ പറയാൻ. ആൻഡ് ഫുള്ളി പ്രിൻറ്റഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. എനിക്ക് പക്ഷേ ഇത് ഞാനും പറഞ്ഞല്ലോ, എനിക്കിത് വലിയൊരു തൃപ്തിപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ഓപ്പണിങ്. മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പ് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഒന്നും ആവില്ല, അത്രയും കാലം നിന്നോളും. നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ടോപ്പാണ്. മെഷീൻ വാഷൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്ന് കാണിച്ച 3 ടോപ്സും നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നാളെ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വരും ഇൻഷാ അല്ലാ. ഹോപ്പ് യു ആർ ലൈക്ക് ഇറ്റ്. ബൈ ബൈ.